നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം പഞ്ചവിംശ സർഗഃ. ഇപ്പോൾ രാമൻ യുദ്ധത്തിന് തയ്യാറായി ഖരനോടും സൈന്യത്തോടും അടുക്കുകയാണ്. ഖരൻ രാമനെ ആയുധമേന്തിക്കൊണ്ട് വളരെ കോപാവിഷ്ടനായി മുന്നിൽ കണ്ടു. അദ്ദേഹത്തെ കണ്ട് രാമന് നേരെ രഥം തെളിക്കുവാൻ ഖരൻ തൻ്റെ സൂതനോട് പറഞ്ഞു. സൂതൻ ഒറ്റയ്ക്ക് വില്ലുകുലച്ചും കൊണ്ട് നിൽക്കുന്ന മഹാബാഹുവായ രാമന് നേരെ കുതിരകളെ തെളിച്ചു. ഖരൻ്റെ കുതിരകളെ തെളിച്ചു. ഖരൻ രാമനടുത്തേക്ക് കുതിരകളെ തെളിക്കുന്നത് കണ്ട അനുയായികൾ ആർത്തു വിളിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും കൂടി. ഓജസ്സാർന്ന രാമന് നേരെ ആയിരക്കണക്കിന് അമ്പുകൾ എയ്തുകൊണ്ട് ഖരൻ ഭയങ്കരമായിട്ട് യുദ്ധത്തിന് പോർവിളി മുഴക്കി. അപ്പോൾ രാക്ഷസന്മാരെല്ലാവരും രാമന് നേരെ നാനാവിധ ആയുധങ്ങൾ വർഷിച്ചു. ഇനി എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 9-10. തേ ബലാഹകസംകാശ മഹാകായ മഹാബലാഹ അഭ്യർത്ഥാവന്തകാകുൽസ്തം രഥൈർവാജിഭിരേവ ച. ശ്ലോകം 10. ഗജൈ പർവ്വതകൂടാഭൈ രാമം യുദ്ധേ ജിഘാംസവഃ തേ രാമേശ്വരവർഷാണി വിസൃജ്യൻ രക്ഷസാം ഗണാഃ. 9-10 ശ്ലോകങ്ങളുടെ അർത്ഥം. കാർമേഘങ്ങൾ പോലെ മഹാകായന്മാരും മഹാബലശാലികളുമായ അവർ കാകുൽസ്ഥന് നേരെ രഥങ്ങളിലും കുതിരകളിന്മേലും രാമനെ പോരിൽ നിഹനിക്കാൻ തുനിയുന്നവരായി കുതിച്ച് ചെന്നു. രാക്ഷസഗണം രാമനിൽ ശരമാരി തൂകി. 11, 12, 13 ശ്ലോകങ്ങൾ. ശൈശലേന്ദ്രമിവദ്ധാരാഭിർവർഷമാണോ മഹാഖനാഃ സർവൈ പരിവ്രതോ രാമോ രാക്ഷസൈ ക്രൂരദർശനൈഃ. തിഥിശ്വ മഹാദേവോ വ്രത പാരിഷ്വതാം ഗണൈഃ താനി മുക്താനി ശസ്ത്രാണി യാതുധാനൈ സ രാഘവഃ. പ്രതിജഗ്രാഹവിശിഖൈർനദ്യോഖ്യാനിവസാഗരഃ സദൈ പ്രഹരണൈർഘോരൈർ ഭിന്നഗാത്രോ ന വിവ്യധേ. 11, 12, 13 ശ്ലോകങ്ങളുടെ അർത്ഥം. ശൈലേന്ദ്രനിൽ കൊടിയ മേഘങ്ങൾ പേമാരി തൂകും പോലെ ഘോരാകാരന്മാരായ നിശാചരർ ചുഴന്നു. തിഥികളിൽ മഹാദേവനെ ഭൂതഗണങ്ങളെപ്പോലെയാണവർ ചൂഴ്ന്നു നിന്നത്. യാതുധാനന്മാർ ചാട്ടിവിട്ട ആയുധങ്ങളെയെല്ലാം രാഘവൻ വിശിഖങ്ങൾ കൊണ്ട് തടുത്തു. നദീപ്രവാഹങ്ങളെ സാഗരമെന്ന പോലെ ആ ശസ്ത്രപ്രഹരങ്ങൾ ദേഹത്തിലേറ്റിട്ടും രാമന് ഒരു കുലുക്കവും ഉണ്ടായില്ല. 14, 15, 16, 17, 18 ശ്ലോകങ്ങൾ ഒന്നിച്ചു ചൊല്ലി അർത്ഥം പറയാം. ശ്ലോകം 14.
രാമ പ്രദീപ്തൈർബഹുഭിർവജ്രൈരിവ മഹാചലഃ സവിദ്ധ ക്ഷതജാദിഗ്ധ സർവഗാത്രേഷു രാഘവാഃ. ബഭൂവ രാമസന്ധ്യാഭ്രൈർദിവാകര ഇവാവൃതഃ വിഷേദുർദേവഗന്ധർവ സിദ്ധാച്ഛ പരമർഷയഃ. ഏകം സഹസ്രൈർബഹുഭിസ്തദാ ദൃഷ്ട്വാ സമാവൃതം തതോ രാമസ്തു സംക്രുദ്ധോ മണ്ഡലീകൃതകാർമുകഃ. സസർജ നിശിതാൻ ബാണാൻ ശതശോധ സഹസ്രശഃ ദുരാവാരാൻ ദുർവിഷഹാൻ കാലപാശോപമാൻ രണേ. മുമോച ലീലയാ കങ്കപത്രാൻ കാഞ്ചനഭൂഷണാൻ തേ ശരാശത്രുസൈന്യേഷു മുക്താരാമേണ ലീലയാ. 14 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. പ്രദീപ്തങ്ങളായ ഇടിമിന്നലേറ്റ മഹാജലമെന്ന പോലെ വർദ്ധിച്ചു. അംഗങ്ങളിൽ എമ്പാടും മുറിവേറ്റിട്ട് ചോരയൊഴുകുന്ന രാഘവൻ സന്ധ്യാമേഘങ്ങളാൽ ആവൃതനായ സൂര്യനെ പോലെയായി. ദേവഗന്ധർവാദികളും സിദ്ധന്മാരും പരമർഷികളും വിഷാദമഗ്നരായി. ബഹുസഹസ്രങ്ങളാൽ ഏകനായ അദ്ദേഹം സമാവൃതനായി കണ്ടിട്ട് വളരെ ദുഃഖിതരായി. അപ്പോൾ സംക്രുദ്ധനായ രാമൻ വില്ല് വൃത്താകാരത്തിൽ ചലിപ്പിച്ച് 100 കണക്കിനും 1000കണക്കിനും അമ്പുകൾ വർഷിച്ചു. അവ നിശിതങ്ങളും ദുർവാരങ്ങളും ദുസ്സഹങ്ങളും കാലപാശതുല്യങ്ങളുമായിരുന്നു. കാഞ്ചനഭൂഷിതങ്ങളായ ആ കങ്കപത്രശരങ്ങൾ വർഷിച്ചത് ഒരു കളിയെന്ന പോലെ ആയിരുന്നു. 18 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.